ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: എ ആൻഡ് ബി അലോൺ കംപ്ലീറ്റ്സ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10-15 ഡേയ്സ്. അതായത് എ ഒരു വർക്ക് ചെയ്യാൻ 10 ദിവസം എടുക്കുന്നു, ബി എന്ന് പറയുന്നത് 15 ഡേയ്സ് എടുക്കുന്നു. എയും ബിയും കൂടിയിട്ട് ഒരുമിച്ച് വരുവാണ്, ഒരുമിച്ച് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 4 ദിവസം കഴിഞ്ഞപ്പം എ വഴക്കിട്ട് പോയി. പിന്നെ ആ വർക്ക് ചെയ്തിരിക്കുന്ന ആരാണ്? ബി ഒറ്റയ്ക്കാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക്, ഹോൾ വർക്ക് എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു ടൈം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ടോട്ടൽ വർക്ക് എടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എയുടെയും ബിയുടെയും നമ്പർ ഓഫ് ഡേയ്സ് നമുക്കറിയാം അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? എ എന്ന് പറയുന്നത് 10 ഡേയ്സ് കൊണ്ട് ഈ വർക്ക് തീർക്കുന്നു, ബി എന്ന് പറയുന്ന ഈ വർക്ക് 15 ഡേയ്സ് കൊണ്ട് തീർക്കുന്നു. ഇത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ എയുടെ ഡേയ്സ് അറിയാം, അതുപോലെ ബി എടുക്കുന്ന ഡേയ്സും നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്താണ് സാർ ചെയ്യുക? സോ എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യും അല്ലേ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 10ഉം 15ഉം, LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. സോ എയുടെ മുന്നിൽ 30 ചപ്പാത്തി ഉണ്ട്, എക്ക് 10 ദിവസമുണ്ട്. അപ്പം എ ഓരോ ദിവസവും എത്ര ചപ്പാത്തി വെച്ച് കഴിക്കും? 3 ദിവസം. ബിയുടെ മുന്നിൽ 30 ചപ്പാത്തി ഉണ്ട്, 15 ദിവസവും. എ ഓരോ ദിവസവും 2 ചപ്പാത്തി വെച്ച് കഴിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ടോട്ടൽ വർക്ക് 10 × 3 30. നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ടോട്ടൽ വർക്ക് എനിക്ക് എത്രയും കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആണ് ഈ കഥയുടെ മെയിൻ പോയിന്റ്. 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എ വഴക്കിട്ട് പോയി. ഓക്കെ, അപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 4-ാം ദിവസം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തായി? എ വഴക്കിട്ട് പോയി. അതിൻ്റെ അർത്ഥം ഈ 4 ദിവസം വരെ എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തു എന്നുള്ളതാണല്ലോ ആ ഉദ്ദേശിക്കുന്നത്. സോ എയും ബിയും കൂടിയിട്ട് 4 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? എ വഴക്കിട്ട് പോയി. എ വഴക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് ചെയ്യാൻ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ബി എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ ആ വർക്ക് ചെയ്യാൻ. ഓക്കെ, എനെയും ബിനെയും കൂടിയിട്ട് ഈ 30 ചപ്പാത്തി കൊടുക്കുവാണ്. എയും ബിയും തമ്മിൽ 4 ദിവസം കഴിഞ്ഞപ്പം എ എന്തായി? ബീനായിട്ട് വഴക്കിട്ടിട്ട് എ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി ആരുടെയാണ്? ബിയുടെ മാത്രമാണ്. ബി ആണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ആ വർക്ക്. ഓക്കെ, ഇത്രയും എനിക്ക് ക്ലിയർ ആയ ഒരു കാര്യമാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ നോക്കിയേ, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? എ ഒരു ദിവസം 3 വർക്ക് ചെയ്യും, ബി എന്ന് പറയുന്ന ഒരു ദിവസം 2 വർക്ക് ചെയ്യും. ഓക്കെ, ബി എന്ന് പറയുന്ന 2 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. ഇത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കിയേ നിങ്ങൾ. ഓക്കെ, എയും ബിയും കൂടിയിട്ട് ഒരു ദിവസം 5 വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം 5 വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ 4 ദിവസം വർക്ക് ചെയ്യുന്നു. 4 ദിവസം ഇവർ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും 5 ചപ്പാത്തി വെച്ച് വേണം. ഓക്കെ, ഒരു ദിവസം ഇവർ വർക്ക് ചെയ്യുന്നത് 5 വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഒരുമിച്ച് 4 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവർ ഒരുമിച്ച് എത്ര വർക്ക് എനിക്ക് ചെയ്തു? 20 വർക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമുക്കറിയാം 30 വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 20 വർക്ക് എയും ബിയും കൂടിയിട്ട് ഒരുമിച്ചാണ് ചെയ്തത്. ബാക്കി എനിക്ക് എത്ര വർക്കുണ്ട്? 10 വർക്ക്. ഓക്കെ, എ വഴക്കിട്ട് പോയി കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ബിക്ക് എത്ര വർക്കുണ്ട് തീർക്കാൻ? ബിയുടെ മുന്നിൽ 10 വർക്കുണ്ട്. ഓക്കെ, ആ 10 വർക്ക് ബി ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്. സോ നമുക്കറിയാം ബിയുടെ മുന്നിൽ 10 വർക്കുണ്ട്. ബി ഓരോ ദിവസവും, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 വർക്കാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ബി എടുക്കുന്നത് എത്ര ദിവസമായിരിക്കും? 5 ഡേയ്സ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹോൾ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ്? നമുക്കറിയാം എയും ബിയും കൂടി ഒരുമിച്ച് 4 ദിവസം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ബി ഒറ്റയ്ക്ക് ബാക്കിയുള്ള വർക്ക് തീർക്കാൻ 5 ദിവസം കൊടുക്കുന്നുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5 + 4 + 5 9 ഡേയ്സ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? എയും ബിയും കൂടി ഒരുമിച്ച് ഓരോ ദിവസവും, ഇപ്പം ചപ്പാത്തിയുടെ കേസ് എടുക്കാം. നമ്മുടെ മുന്നിൽ 30 ചപ്പാത്തിയാണ് ഉള്ളത്. ഓക്കെ, 30 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ എയും ബിയും കൂടിയിട്ട് എ 3 ചപ്പാത്തി കഴിക്കുന്നു, ബി 2 ചപ്പാത്തി കഴിക്കുന്നു. അങ്ങനെ ഒരു ദിവസം 5 ചപ്പാത്തി. ഇവരങ്ങനെ 4-ാം ദിവസത്തിൽ നിൽക്കുവാണ്. 4-ാം ദിവസത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം 4 ദിവസം കഴിയുമ്പം മൊത്തം നമുക്ക് അവിടെ എത്ര ചപ്പാത്തി ചിലവായി? 20 ചപ്പാത്തി ചിലവായി.
ഓക്കെ, അപ്പോൾ 20 ചപ്പാത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എയും ബിയും തമ്മിൽ വഴക്കടിച്ചു, എ പോയി. അപ്പം എൻ്റെ കയ്യിൽ മിച്ചമുള്ളത് ബാക്കി എത്ര ചപ്പാത്തിയാണ്? 10 ചപ്പാത്തി. ഈ 10 ചപ്പാത്തി പിന്നെ ആരാണ് കഴിക്കുന്നത്? ഈ 10 ചപ്പാത്തി ബി ആണ് കഴിക്കുന്നത്. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ചപ്പാത്തി. ബിക്ക് ഒരു ദിവസം 2 ചപ്പാത്തിയേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 10 ചപ്പാത്തി തീർക്കാൻ ബി എടുക്കുന്നത് എത്ര ദിവസമായിരിക്കും? 5 ദിവസം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 9 ഡേയ്സ് എന്നുള്ളത് കിട്ടും. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ നോക്കിക്കാണാം. സി, ഇവിടെ ഞാൻ പറഞ്ഞു എയും ബിയും കൂടി ഇട്ട് ഒരുമിച്ച് അവർ വർക്ക് ചെയ്യുന്നു, അങ്ങനെ 4 ദിവസം പൂർത്തീകരിക്കുന്നു. അതിനുശേഷം എ എന്ന് പറയുന്ന വഴക്കിട്ട് പോയി, ബി മാത്രമാണ് ഉള്ളത്. ക്ലിയർ ആണേ? സി, നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 30 വർക്കാണ്, അതായത് 30 ചപ്പാത്തിയാണുള്ളത്. എ വഴക്കിട്ട് പോയി എന്നതിൻ്റെ അർത്ഥം എനും ഞാൻ എന്ത് ചെയ്യുന്നു? എ വഴക്കിട്ട് പോവുകയാണെങ്കിൽ എ എത്ര ദിവസം വർക്ക് ചെയ്ത് നോക്കുക. എ എത്ര ദിവസമാണ് വർക്ക് ചെയ്തത്? എ 4 ദിവസമാണ് വർക്ക് ചെയ്തത് അല്ലേ? എ 4 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എ ഓരോ ദിവസം എക്ക് 3 ചപ്പാത്തി വെച്ച് വേണം. അങ്ങനെ എക്ക് ഓരോ ദിവസം 3 ചപ്പാത്തി വെച്ച് കൊടുക്കുമ്പോൾ എക്ക് ഓരോ ദിവസവും 3 ചപ്പാത്തി വെച്ച് കൊടുക്കുമ്പോൾ 4 ദിവസം ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് എത്ര ചപ്പാത്തി ചിലവായി? 12 ചപ്പാത്തി ചിലവായി. ഓക്കെ, 30 വർക്കിൽ 12 വർക്ക് ആരാണ് ചെയ്യുന്നത്? എ 4 ദിവസം കൊണ്ട് തീർക്കുന്നു. എയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഓരോ ദിവസം 3 വെച്ച് വർക്ക് ചെയ്യുന്നു, 4 ദിവസം 12 വർക്ക് ചെയ്യുന്നു. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് എത്ര വർക്കാണ്? 18 വർക്കാണ് അല്ലെ? 18 ചപ്പാത്തിയാണ് എനിക്ക് മിച്ചമുള്ളത്. ഈ 18 വർക്ക് ആരായിരിക്കും ചെയ്യുന്നത്? ബി അല്ലേ ചെയ്യുന്നത്? സി, ബി എയുടെ കാര്യം ഞാൻ ഒഴിവാക്കി. എ എനിക്ക് മനസ്സിലായി 4 ദിവസമാണ് ചെയ്തിട്ടുള്ളത്. 3 ചപ്പാത്തി വെച്ച് ഞാൻ കൊടുത്ത് ഒഴിവാക്കി. ബാക്കി എൻ്റെ കയ്യിൽ എത്ര ചപ്പാത്തി ഉണ്ട്? 18 വർക്കുണ്ട് അല്ലേ? 18 ചപ്പാത്തി ഉണ്ട്. ഈ 18 ചപ്പാത്തി ആരാണ് സാർ കഴിക്കുന്നത്? ബി ആണ്. നമുക്കറിയാം ബി ഓരോ ദിവസവും 2 ചപ്പാത്തി വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ബീസ് എഫിഷ്യൻസി. സോ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9 ഡേയ്സ് എന്നാണ് കിട്ടുന്നത്. സോ ബി 9 ഡേയ്സ് എടുക്കുന്നു. ഇവിടെ നോക്കി, തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്, അവസാനം വരെ ഉള്ളത് ആരാണ്? ബി ആണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, 9 ഡേയ്സ്. സോ ഹോൾ വർക്ക് കംപ്ലീറ്റ് ഇൻ 9 ഡേയ്സ്. ഈ കൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? നമ്മൾ ചെയ്യുന്നു ആഫ്റ്റർ 4 ഡേയ്സ് ആരാണ് ഒഴിവായത്? എന്ത് ചെയ്യുക? അയാളുടെ വർക്ക് എടുക്കുന്നു, അയാളുടെ വർക്ക് എന്ത് ചെയ്യുന്നു? ടോട്ടൽ വർക്ക് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ബാക്കി ആരാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്? ബി ആണ് ചെയ്തത്. സോ ബിയുടെ ഓരോ ദിവസം എഫിഷ്യൻസി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ, ഇവിടെ നോക്കിയേ, അടുത്ത ചോദ്യം സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എ എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് 20 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. സി എന്ന് പറയുന്നത് 30 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 4 ഡേയ്സ് എ ലെഫ്റ്റ്. 4 ദിവസം കഴിഞ്ഞപ്പം എ വഴക്കിട്ട് പോയി. നെക്സ്റ്റ് ആഫ്റ്റർ 2 ഡേയ്സ് സി ലെഫ്റ്റ് ദ വർക്ക്. അതിനുശേഷം 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സി വഴക്കിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് വർക്ക് ബി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ദെൻ ദ ഹോൾ വർക്ക് കംപ്ലീറ്റ് ഇൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ടോട്ടൽ വർക്ക് ആദ്യം അറിയണം. നമുക്കറിയാം 10, 20, 30 എൽ സി എം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 60 ആണ് അല്ലേ? ഓക്കെ, സോ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എനിക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി, ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്, എഫിഷ്യൻസി ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എനിക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. സോ ഒരു ദിവസം ബി 6 വർക്ക് ചെയ്യുന്നു, ഒരു ദിവസം എ 6 വർക്ക് ചെയ്യുന്നു, ഒരു ദിവസം ബി 3 വർക്ക് ചെയ്യുന്നു, ഒരു ദിവസം സി 2 വർക്ക് ചെയ്യുന്നു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ ട്രിക്കിൽ പറഞ്ഞുതരാം. നോക്കിയേ, എയും ബിയും സിയും കൂടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് ആര് പോകുന്നു? എ പോകുന്നു. 4 ദിവസം കഴിഞ്ഞ് എ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് എ പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? ബിയും സിയും ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതിൻ്റെ അർത്ഥം എയും ബിയും സിയും കൂടിയിട്ട് 4 ദിവസം വർക്ക് ചെയ്തു എന്നുള്ളതാണല്ലോ. ഓക്കെ, ഇനി ബിയും സിയും കൂടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ആഫ്റ്റർ 2 ഡേയ്സ് 2 ദിവസം കഴിഞ്ഞ് ആര് പോകുന്നു? സി പോകുന്നു.
സി പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? ബി ആയിരിക്കും ഉണ്ടാവുന്നത്. ബി ആയിരിക്കും ബാക്കിയുള്ള വർക്ക് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യുന്നത്. എത്ര നിങ്ങൾക്ക് ക്ലിയർ ആയി? നോക്കി, നമുക്കറിയാം എ ഒരു ദിവസം 6 വർക്ക്, ബി ഒരു ദിവസം 3 വർക്ക്, സി ഒരു ദിവസം 2 വർക്ക്. എ ഒരു ദിവസം 6 വർക്ക്, ബി ഒരു ദിവസം 3 വർക്ക്, സി ഒരു ദിവസം 2 വർക്ക്. 3 വർക്ക്, 2 വർക്ക്, 3 വർക്ക്. ഓക്കെ ഓക്കെ, ഇവർ ഒരുമിച്ച് ഈ 4 ദിവസം വർക്ക് ചെയ്യുമ്പോൾ നോക്കി, ഒരു ദിവസത്തേക്ക് ഇവർക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും? 11. 6 3 9, 9 2 11 വർക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ദിവസം ചെയ്യാൻ പറ്റും അല്ലേ? സോ ഇവിടെ നമുക്ക് എത്ര വർക്ക് കിട്ടി? 44 വർക്ക് കിട്ടി. ഇവിടെ നോക്കിയേ, ബിയും സിയും കൂടിയിട്ട് ഒരു ദിവസം 5 വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ദിവസം 3ഉം ഒരു ദിവസം 2ഉം 5 വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഇവർ എത്ര വർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും? 2 ദിവസം 5 വർക്ക് വെച്ചിട്ട് നമുക്കിവിടെ 10 വർക്ക് കിട്ടും. നമുക്കറിയാം ടോട്ടൽ എൻ്റെ കയ്യിലുള്ളത് 60 വർക്കാണ് അല്ലേ? ഈ 60 വർക്കിൽ 44ഉം 10ഉം നമുക്ക് എത്ര കിട്ടും? 54 വർക്ക് ഈ പറയുന്ന ദിവസം, ഈ പറയുന്ന 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി എൻ്റെ കയ്യിൽ എത്ര വർക്കുണ്ട്? 6 വർക്ക്. ഈ 6 വർക്ക് ആരായിരിക്കും ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളത് ആരാ? ബി ആണ് നിൽക്കുന്നത്. ബി ആയിരിക്കും ഈ 6 വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ബിയുടെ ഒരു ദിവസം ബിക്ക് 3 വർക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ 6 വർക്ക്. സോ 2 ദിവസമായിരിക്കും ബി എടുക്കുന്നത്. സോ എത്ര ദിവസം കൊണ്ടാണ് ഈ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? 8 ഡേയ്സ്. ഇനി അങ്ങനെയല്ല, റിമൈനിങ് വർക്ക് ബി എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര കിട്ടി? 2 ഡേയ്സ്. ക്ലിയർ ആയോ ഞാൻ ഈ പറയുന്ന പോയിന്റ്? ഇതിനെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. സിമ്പിൾ. ഇവിടെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഇത്രയും നമ്മൾ സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഇതിൻ്റെ ഉത്തരം കാണാം. അതെങ്ങനെയാ? ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നമ്മുടെ ട്രിക്ക്? ഇത് എ ബി. നോക്കിയേ, 4 ദിവസം കഴിഞ്ഞ് എ പോകുന്നു. നമ്മുടെ കയ്യിൽ ടോട്ടൽ 60 ചപ്പാത്തി ഉണ്ട്. എ 4 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ എ എത്ര ചപ്പാത്തി കഴിച്ചിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടും എ ഒരു ദിവസം 6 ചപ്പാത്തി വേണം. 4 ദിവസം അയാൾ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര ചപ്പാത്തി കൊടുത്തു? 24 അല്ലേ? 4 × 6, ഓരോ ദിവസവും 6 എണ്ണം വെച്ചിട്ട്, അങ്ങനെ 4 ദിവസത്തേക്ക് 24 ചപ്പാത്തി ഞാൻ അയാൾക്ക് കൊടുത്തു. ഓക്കെ, അപ്പം അത്രയും ചപ്പാത്തി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഇനി നോക്കി, ആഫ്റ്റർ 2 days സി ലെഫ്റ്റ്. അപ്പോൾ സി എത്ര ദിവസം കൊണ്ടാണ് പോയത്? സി 6 ദിവസം. തുടക്കത്തിൽ നോക്കിയേ, സി 6 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. സിക്ക് ഒരു ദിവസം 2 ചപ്പാത്തി വേണം. അപ്പോൾ 6 ദിവസം കഴിഞ്ഞ് സി പോയിട്ടുണ്ടെങ്കിൽ സി എത്ര ചപ്പാത്തി കഴിച്ചു? 12 ചപ്പാത്തി. സോ ഇതെല്ലാം എന്ത് ചെയ്യുക? ഈ 2 വാല്യൂസും, അതായത് 24ഉം 12ഉം 36 ചപ്പാത്തി ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആരൊക്കെ കൊണ്ടുപോയി? 24 ചപ്പാത്തി എ കൊണ്ടുപോയി, 12 ചപ്പാത്തി ആര് കൊണ്ടുപോയി? സി കൊണ്ടുപോയി. മൊത്തം 36 ചപ്പാത്തി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ബാക്കി എൻ്റെ കയ്യിൽ നിന്നുള്ളത് എത്രയാ? 24 ചപ്പാത്തി അല്ലേ? 60ൽ നിന്ന് ഈ 36 പോയി കഴിഞ്ഞാൽ 24 ചപ്പാത്തി. ഈ 24 ചപ്പാത്തി ആരുടെയാണ്? ആക്ച്വലി ആരുടെയാണ്? തുടക്കം മുതൽ ഒടുക്കം വരെ വർക്ക് ചെയ്തിരിക്കുന്ന ആരാ? സി അല്ലേ? ഇല്ല, തുടക്കം മുതൽ ഒടുക്കം വർക്ക് ചെയ്തിരിക്കുന്നത് ആരാണ്? ബി അല്ലേ? ബിയുടെ അല്ലേ ഈ പറയുന്ന 24 ചപ്പാത്തി എന്ന് പറയുന്നാൽ 24 വർക്ക് ആര് ചെയ്തിരിക്കുന്നതാ? ബി ചെയ്തിരിക്കുന്നതാണ്. സോ ബി എനിക്കറിയാം ഒരു ദിവസം 3 വർക്ക് വെച്ചാണ് ചെയ്യുന്നത്. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8. സോ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ബീസ് എഫിഷ്യൻസി. ബി എത്ര ദിവസം വർക്ക് ചെയ്തു? 8 ദിവസം. ഈ 8 ദിവസം ബിയുടെ 8 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കം മുതൽ ഒടുക്കം വരെ ആരാ ഉണ്ടായിരുന്നത്? ബി ആണ് ഉണ്ടായിരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ഡേയ്സ്. ക്ലിയർ ആയോ? വിച്ച് എവർ വേ, ഇതാണ് കുറച്ചും കൂടി നിങ്ങളുടെ ഏറ്റവും കൺസെപ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, എ ആൻഡ് ബി 8 ഡേയ്സിൽ ബി എന്ന് പറയുന്നത് 12 ദിവസത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ആൻഡ് ബി ടുഗെദർ അവർ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ സം ഡേയ്സ് എ ലെഫ്റ്റ് ദ വർക്ക്. റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ബി അലോൺ ഇൻ 2 days. സി ഇവിടെ അവർ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എ എന്തായി? വഴക്കിട്ട് പോയി.
റിമൈനിങ് വർക്ക്, ബാക്കിയുള്ള വർക്ക് ആരാണ് ചെയ്തിരിക്കുന്നത്? ബി ആണ് ചെയ്തിരിക്കുന്നത് 2 ദിവസത്തിൽ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പം എ എന്നാണ് പോയത് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ? എ എന്നാണ് പോയത് എന്നുള്ളത് നമുക്കറിയില്ല. നോക്കി, നമുക്ക് അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹോൾ വർക്ക് ആദ്യം കണ്ടുപിടിക്കാം. 8, 12 LCM എന്ന് പറയുന്നത് എത്രയാണ്? 24. സോ എ 8 ദിവസം 24 വർക്ക്. എയുടെ മുന്നിൽ 24 വർക്കുണ്ട്, 8 ദിവസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 3 വർക്ക് വെച്ച് ചെയ്യും. ബിയുടെ മുന്നിൽ 24 വർക്കുണ്ട്, ബി 12 ദിവസം 2 വർക്ക് വെച്ച് ചെയ്യും. സോ ഇത്ര എനിക്ക് കിട്ടി. എ ഒരു ദിവസം 3 വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 2 വർക്ക് ചെയ്യും. ഇനി നോക്കി, എൻ്റെ കയ്യിൽ 24 വർക്കുണ്ടല്ലേ. നമുക്കൊരു കാര്യം അറിയാവുന്ന എന്താ? ബി 2 ദിവസം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ബി ഒറ്റയ്ക്ക് 2 ദിവസം വർക്ക് ചെയ്തു. ബി ഒറ്റയ്ക്ക് 2 ദിവസം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് 2 വർക്ക് 2 ദിവസം. അപ്പോൾ ബി എത്ര വർക്ക് ചെയ്തു? 4 വർക്ക് ചെയ്തു അല്ലേ. ബാക്കി എത്ര വർക്കുണ്ട്? 20 വർക്ക്. ഈ 20 വർക്ക് ഇവിടെ വരുന്ന വർക്കല്ലേ, അതായത് എയും ബിയും കൂടിയിട്ട് ചെയ്യുന്ന വർക്കാണ് 20 വർക്ക് എന്ന് പറയുന്നത്. എയും ബിയും കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യുന്ന വർക്കാണ് 20. സോ എയുടെ ബിയുടെ മുന്നിൽ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ മുന്നിൽ 20 വർക്ക്. നമുക്കറിയാം അവർ 2 പേരും കൂടി ഒരുമിച്ച് വരുവാണെങ്കിൽ അവരൊരു ദിവസം എത്ര വർക്ക് ചെയ്യും? 5 വർക്ക്. സോ അവർ ഈ 20 ചപ്പാത്തി ഓരോ ദിവസവും 5 ചപ്പാത്തി വെച്ച് അവർക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും? 4 days. സോ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 6 days. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പം നമുക്കറിയാവുന്ന ആയക്കൂടി ബി 2 ദിവസം വർക്ക് ചെയ്തു എന്നറിയാം. ഒറ്റയ്ക്കാണ് ബി 2 ദിവസം വർക്ക് ചെയ്തത്. അപ്പോൾ ബി എത്ര? നമുക്കറിയാം ബിക്ക് ഒരു ദിവസം 2 വർക്ക് ചെയ്യാൻ പറ്റും, 4 വർക്ക്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എൻ്റെ 24ആണ്. ആ 24ൽ 4 വർക്ക് ഒറ്റയ്ക്ക് ഇവിടെ ബി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് 20 വർക്കാണ്. ഈ 20 വർക്ക് ആര് ചെയ്യുന്നതാണ്? എയും ബിയും കൂടിയിട്ട് ചെയ്യുന്നതാണ്. സോ 20 വർക്ക് ഡിവൈഡഡ് ബൈ എയും ബിയും കൂടി ഒരു ദിവസം 5 വർക്ക് വെച്ച് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4. സോ ഇവിടെ 4 days. ഹോൾ വർക്ക് കംപ്ലീറ്റ് ആണ്. അപ്പം നമുക്കറിയാം ഇവിടെ 4 ദിവസം, ഇവിടെ 2 ദിവസം, ടോട്ടൽ 6 days. ക്ലിയർ ആയോ? സോ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്താണ്? 6 days. ഇനി എ എന്നാണ് വഴക്കിട്ട് പോയത് എന്ന് ചോദിക്കുവാണെങ്കിൽ എത്രയാണ്? ആഫ്റ്റർ 4 days. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ, അടുത്ത പ്രോബ്ലം. സെയിം ടൈപ്പ് തന്നെയാണ്. ഇവിടെ നോക്കി, എ 12 ദിവസം, ബി എന്ന് പറയുന്നത് 15 ദിവസം, സി എന്ന് പറയുന്നത് 30 ദിവസം. അവരൊരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നല്ല കാര്യം, അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്നാ പറ്റി? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എ വഴക്കിട്ട് പോയി. നെക്സ്റ്റ് ആഫ്റ്റർ 2 days. അപ്പം എ വഴക്കിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ബിയും സിയും ആണ് ഉള്ളത്. അവർ 2 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എന്തു പറ്റി? സി വഴക്കിട്ട് പോയി. സി വഴക്കിട്ട് പോയാൽ പിന്നെ ആരാ ഉള്ളത്? ബി ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള വർക്ക് ബി ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? സോ ഇങ്ങനെ വരുമ്പം നോക്കിയേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും നമുക്ക് കൺസെപ്റ്റ് കിട്ടി. ഹോൾ വർക്ക് എന്ന് തീരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്ര വരും? 60 വരും. സോ ഇവിടെ എ ഒരു ദിവസം 5 വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 4 വർക്ക് ചെയ്യും, സി ഒരു ദിവസം 2 വർക്ക് ചെയ്യും. ഓക്കെ, സോ എ ഒരു ദിവസം 4 വർക്ക്, എ ഒരു ദിവസം 5 വർക്ക്, ബി ഒരു ദിവസം 4 വർക്ക്, സി ഒരു ദിവസം 2 വർക്ക്, ബി ഒരു ദിവസം 4 വർക്ക്, സി ഒരു ദിവസം 2 വർക്ക്, ബി ഒരു ദിവസം 4 വർക്ക്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് എത്ര വർക്കാണ്? 60 വർക്കാണ്. ബി ഒരു ദിവസമാണ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ബിക്ക് 4 വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എത്ര വർക്ക് കിട്ടി? ഇവിടെ നമുക്ക് 4 വർക്ക് കിട്ടി അല്ലേ. ഞാൻ ബിയുടെ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്ക് കുറയ്ക്കുവാണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 56. ഇനി നോക്കി, ഇവിടെ ബിയും സിയും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ദിവസത്തേക്ക് 6 വർക്ക് ചെയ്യാൻ പറ്റും. അവർ 2 ദിവസം വർക്ക് ചെയ്തു. ആ 2 ദിവസം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് 12 വർക്ക് കിട്ടി. അതും ഞാൻ കുറച്ചു. ബാക്കി എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 44 വർക്കുണ്ട്. ഈ 44 വർക്ക് ആരൊക്കെ കൂടിയായിരിക്കും ചെയ്യുന്നത്? ഈ 44 വർക്ക് സംഭവിക്കുന്നത് ഈ ഒരു സമയത്താണല്ലോ, തുടക്കത്തിൽ. ആ തുടക്കത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എ, ബി, സി.
സോ എയും ബിയും സിയും കൂട്ടിയിട്ട് നമുക്കറിയാം ഒരു ദിവസത്തേക്ക് 11 വർക്ക് ചെയ്യാൻ പറ്റും. സോ അവർ എത്ര ദിവസം എടുത്തു? 4 ദിവസം. ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4, 2, 6, 7 7 ഡേയ്സ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ശരി, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ എയും ബിയും കൂടിയിട്ട് ഒരുമിച്ച് എലോൺ കംപ്ലീറ്റ് ചെയ്യാൻ 20 ദിവസം 30 ദിവസം എടുക്കുന്നുണ്ട്. എ ആൻഡ് ബി ടുഗെദർ സ്റ്റാർട്ട് ദ വർക്ക്. അവർ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് എ ലെഫ്റ്റ് ദ വർക്ക് ഇഫ് ദ ഹോൾ വർക്ക് കംപ്ലീറ്റ് ഇൻ 18 ഡേയ്സ്. സെയിം ടൈപ്പ് തന്നെയാണ്. നോക്കിയേ, എ 20 ദിവസം, ബി 30 ദിവസം. എൻ്റെ ടോട്ടൽ വർക്ക് ഞാൻ എത്രയായിട്ട് എടുക്കും? 60 ആയിട്ട് എടുക്കും. സോ എ ഒരു 3 ദിവസം 3 വർക്ക് ചെയ്യും ഒരു ദിവസം. ബി എന്ന് പറയുന്ന ഒരു ദിവസം 2 വർക്ക് ചെയ്യും. ഇനി ഇവർ പറഞ്ഞിരിക്കുന്ന എയും ബിയും കൂടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എ വിട്ടുപോയി. ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 18 ഡേയ്സിലാണെന്ന് പറഞ്ഞു. നോക്കിയേ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആരാ വഴക്കിട്ട് പോയേ? എ ആണ് വഴക്കിട്ട് പോയത് അല്ലേ? പിന്നെ ആരാ ഉള്ളത്? ബി ആണുള്ളത്. ഇവിടെ നോക്കിയേ, തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്തിരിക്കുന്ന ആരാ? ഈ 18 ദിവസം വർക്ക് ചെയ്തിരിക്കുന്ന ആരാ? ബി ആണല്ലേ. 18 ദിവസം ബി വർക്ക് ചെയ്തു. നമുക്കറിയാം 18 ദിവസം ബി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 18 ഗുണം 2, കാരണം ആള് ഓരോ ദിവസവും 2 വർക്ക് ചെയ്യും. 36 വർക്ക് എന്ത് ചെയ്യും? ബി ഒറ്റയ്ക്ക് ചെയ്യും അല്ലേ? ബി ഒറ്റയ്ക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അവസാനം വരെ ബി ചെയ്തിരിക്കുന്ന ബിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 60 36 ആണ്. കാരണം ഒരു ദിവസം 2 വർക്ക് വെച്ചിട്ട് 18 ദിവസം 36. നമുക്കറിയാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 60 വർക്ക്. അതിൽ 36 വർക്ക് ബിയുടെയാണ്. ബാക്കി റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് ആരുടെയാണ്? എയുടെയാണ്. ഈ 24 എന്ന് പറയുന്നത് എയുടെ വർക്കാണ്. നമുക്കറിയാം എയുടെ വർക്ക് 24. എ ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. എയുടെ മുന്നിൽ അപ്പം 24 ചപ്പാത്തി കൊടുക്കുവാണ്. എ ഒരു ദിവസം 3 ചപ്പാത്തി വെച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം എടുക്കും ആ 24 ചപ്പാത്തി തീർക്കാൻ? 8 days. സോ എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്ര ദിവസമാണ്? 8 days. ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് 10 ദിവസം അല്ലേ? ക്ലിയർ ആണോ? ഈ 8 days കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? കാരണം 8 ദിവസമാണ് എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എ വർക്ക് ചെയ്യുന്ന സമയം എ വർക്ക് ചെയ്തിരിക്കുന്നത് 8 days ആണ്. അപ്പം എന്നാണ് എ പോകുന്നത്? 8 days. ക്ലിയർ ആയോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? എ ആൻഡ് ബി അലോൺ കംപ്ലീറ്റ് ദ വർക്ക് 20-30 days. ഓക്കെ, എയും ബിയും കൂടിയിട്ട് എ 20 ദിവസം, ബി എന്ന് പറയുന്നത് 30 ദിവസം. അവരൊരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എ ലെഫ്റ്റ് ദ വർക്ക് 10 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്. ഇവിടെ നോക്കി, എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എ ലെഫ്റ്റ് 10 days ബിഫോർ. നോക്കി, 10 ദിവസം മുന്നേ ആണ് ആര് പോകുന്നത്? എ പോകുന്നത്. 10 ദിവസം മുന്നേ, ഓക്കെ, 10 ദിവസം മുന്നേ എ പോയി. പുറകിൽ നിന്നാണ് വരുന്നത്. 10 ദിവസം മുന്നേ എ പോയി. പിന്നെ ആരാ ഉണ്ടാവുക? ബി. ഇതിൻ്റെ അർത്ഥം എന്താണ് സാർ? ഇതിൻ്റെ അർത്ഥം ബി ഒറ്റയ്ക്കാണ് ആ 10 ദിവസം വർക്ക് ചെയ്തു എന്നുള്ളതല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആദ്യത്തെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആഫ്റ്റർ 10 days, ആഫ്റ്റർ 5 days ഇങ്ങനെ പോകുന്ന കേസസ് ആണ് അല്ലേ? ഈ ആഫ്റ്റർ വരുന്ന എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്തു? അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇപ്പോൾ എ പോയി 10 ദിവസം കഴിഞ്ഞ്. അപ്പോൾ എ 10 ദിവസം വർക്ക് ചെയ്തത് എന്ത് ചെയ്യുന്നു? നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ
നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എ ബി 20 ദിവസം 30 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വർക്ക് അസ്യൂം ചെയ്യുന്നു. എ എന്ന് പറയുന്നത് 3 ദിവസം, ഓരോ ദിവസം 3 വർക്ക് വെച്ച് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ഓരോ ദിവസം 2 വർക്ക് വെച്ച് ചെയ്യുന്നു. ഇത്രയും നമുക്ക് ക്ലിയറായി. ആദ്യത്തെ കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ് അല്ലേ. ഇതിൽ എന്ത് ചെയ്യുന്നു, ബി 10 ദിവസം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ബി 10 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ദിവസം ബി എത്ര വർക്ക് ചെയ്യുന്നുണ്ട്, 2 വർക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. ബി ഓരോ ദിവസവും 2 വർക്ക് വെച്ച് ചെയ്യുന്നു. അങ്ങനെ 10 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർക്ക് കിട്ടും, 20 വർക്ക് കിട്ടും. സോ എൻ്റെ ടോട്ടൽ വർക്ക് 60 ആണ്. അതിൽ നിന്ന് ഈ 20 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 40 വർക്ക്. ഈ 20 വർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്കറിയാം ബി ഒറ്റയ്ക്ക് 10 ദിവസം വർക്ക് ചെയ്യുന്നു. ഒറ്റയ്ക്ക് 10 ദിവസം വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും 2 വർക്ക് വെച്ചിട്ട് ഇപ്പോൾ ടോട്ടൽ എത്രയാണ്, 20 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, 40 വർക്ക്. ക്ലിയർ? ഈ 40 വർക്ക് ആരാ ചെയ്യുന്നത്? ഈ 40 വർക്ക് ഇവിടെ വരുന്ന വർക്കല്ലേ. ഈ 20 വർക്ക് എന്ന് പറയുന്നത് ഈ പോർഷനിൽ വരുന്ന വർക്കാണ്, 20 വർക്ക്. 40 വർക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ 40 വർക്ക് ആരൊക്കെ കൂടിയാണ് ചെയ്യുന്നത്, എയും ബിയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. സോ 3 + 2 നമുക്ക് എത്ര കിട്ടും, 5 കിട്ടും. നമുക്കറിയാം. അപ്പോൾ ഈ 40 വർക്ക് 40 ചപ്പാത്തി ഉണ്ട്. എയും ബിയും കൂടിയിട്ട് ഓരോ ദിവസം 5 ചപ്പാത്തി വെച്ച് കഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊടുക്കുന്നു, 8 ഡേയ്സ്. സോ ഇവിടെ എന്ത് കിട്ടി, 8 ഡേയ്സ്. ഹോൾ വർക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 8 + 10 നമുക്ക് എത്ര കിട്ടും, 18 ഡേയ്സ്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, എത്ര നിങ്ങൾക്ക് ക്ലിയർ ആയി? ശരി. ഇവിടെ നോക്കി, ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു തരുവാണ്. ഈ ട്രിക്ക് യൂസ് ചെയ്യാൻ നോക്കുക. എയും ബിയും കൂടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ടെൻ ഡേയ്സ് ബിഫോർ എ ലെഫ്റ്റ്. 10 ദിവസം മുന്നേ എ പോയി. അപ്പോൾ 10 ദിവസം മുന്നേ 10 ദിവസം ഞാൻ നിൽക്കുവാണ്, ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എ പോയി. എ പോയി കഴിയുമ്പോൾ പിന്നെ ആരാ എൻ്റെ ഇതിലുള്ള ബി. ബി 10 ദിവസത്തേക്ക് വർക്ക് ചെയ്യുന്നു. സി ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, എൻ്റെ മുന്നിൽ 60 ചപ്പാത്തിയാണുള്ളത് അല്ലേ. 60 ചപ്പാത്തിയാണ് ഇവരുടെ കയ്യിൽ ഉള്ളത്. സപ്പോസ് ഞാൻ മുതലാളിയാണ്, എൻ്റെ കയ്യിൽ 60 ചപ്പാത്തി ഉണ്ട്. എയും ബിയും എന്ന് പറയുന്ന 2 തൊഴിലാളികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് ഞാൻ കൊടുക്കുന്നത് 60 ചപ്പാത്തിയാണ്. ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കാണ് എൻ്റെ കയ്യിലുള്ളത് 60 ചപ്പാത്തി. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് സപ്പോസ് ഇതൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഇത് എൻഡ് ഡേറ്റ് ആണ്. ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കാണ് 60 ചപ്പാത്തി ഉള്ളത്. 10 ദിവസം മുന്നേ ബി വഴക്കിട്ട് പോകാൻ നിൽക്കുമ്പോൾ, സപ്പോസ് ബി വഴക്കിട്ട് പോകാൻ നിൽക്കുവാണ്, പെട്ടിയും കിടക്കും എടുത്ത് ആൾ പോകാൻ നിൽക്കുക. ഞാൻ ചെന്നിട്ട് പറയാം, പൊന്നു മോനെ പോരുത്, പുറത്ത് മൊത്തം പ്രശ്നമാണ്, നീ ഇപ്പോൾ പോയാൽ നിനക്ക് ഒരിടത്തൊന്നും ഭക്ഷണം കിട്ടൂല, നിനക്ക് ഞാൻ തരാം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ പോവും, 10 ദിവസം മുന്നേ, ജോലി തീരണതിന് 10 ദിവസം മുന്നേ പോവും. അങ്ങനെയായിരുന്നു ഈ ഒരു പീരീഡ് ഓഫ് ടൈം സെറ്റ് ചെയ്തിരുന്നത്. അപ്പം അവൻ പോകാൻ നിൽക്കുമ്പോൾ എനിക്കൊരു സങ്കടം, ഈ സമയത്തൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കഷ്ടമാവും. അപ്പം നീ പോകണ്ട, നിനക്ക് ഓരോ ദിവസവും 3 ചപ്പാത്തി വെച്ചിട്ടല്ലേ ഞാൻ തരാടാ. അപ്പം അടുത്തൊരു 10 ദിവസത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഓരോ ദിവസവും അവന് 3 ചപ്പാത്തി വെച്ച് അറേഞ്ച് ചെയ്യണം. ഓക്കെ, കാരണം അവൻ മുന്നേ എന്നോട് പറഞ്ഞിരുന്നു 10 ദിവസം മുന്നേ ഞാൻ പോകും, അങ്ങനെയൊക്കെ അവൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ ടൈം സെറ്റ് ചെയ്തിരുന്നത്, സ്റ്റാർട്ടിങ് ഡേറ്റും എൻഡ് ഡേറ്റും. ഞാൻ പറഞ്ഞു പുറത്ത് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും, പോകണ്ട. അപ്പം അടുത്തൊരു 10 ദിവസത്തേക്ക് ഞാൻ എയിനെ പിടിച്ചു നിർത്തുവാണ്. എയിനെ പിടിച്ചു നിർത്തുമ്പോൾ നോക്കിയാൽ 10 ദിവസത്തേക്ക് അവന് 3 ചപ്പാത്തി വെച്ച് ഞാൻ അറേഞ്ച് ചെയ്യണം. അപ്പം മൊത്തം എത്ര ചപ്പാത്തി അവന് ഞാൻ കൊടുക്കണം, 30 ചപ്പാത്തി. ഇപ്പം നോക്കിയാൽ ഇതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ട്, ഇപ്പം എയും കൂടി ഉണ്ടല്ലേ. ഈ ഒരു ടൈം പീരീഡിലേക്ക് എയും കൂടിയെ ഞാൻ പിടിച്ചു നിർത്തി, എന്നെ പിടിച്ചു നിർത്തി. എങ്ങനെ, 30 ചപ്പാത്തി വെച്ചിട്ട്. ഇപ്പം ഇൻ ടോട്ടൽ ഞാൻ എത്ര ചപ്പാത്തിയായി, മൊത്തം 90 വർക്ക് അല്ലെങ്കിൽ 90 ചപ്പാത്തിയാണ് ഞാനിപ്പം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റിലേക്ക്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡ് ഡേറ്റ്,
ടൈം പീരീഡ് ഫിക്സ്. എയും ബിയും നമുക്കറിയാം. ഇപ്പം നോക്കി, എയും ബിയും കൂടിയിട്ട് ഒരുമിച്ച് ഇവിടെ വരെ വർക്ക് ചെയ്ത് നിന്നു. പോകാൻ നിൽക്കുമ്പോൾ ഞാൻ എനെ പിടിച്ചു നിർത്തി. ഇപ്പം നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എയും ബിയും ഉണ്ട് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അപ്പം ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ ആരുണ്ട്? ഇപ്പം എയും ബിയും ഉണ്ട്, പോയിട്ടില്ല. ഇപ്പം എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 90. നോക്കി, ടോട്ടൽ വർക്ക് 90. നമുക്കറിയാം എയും ബിയും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും 5 വർക്ക് വെച്ച് ചെയ്യുന്നു, ഓരോ ദിവസവും 5 വർക്ക് വെച്ച് ചെയ്യുന്നു. 90 വർക്ക് 5 ദിവസം വെച്ച് 5 വർക്ക് ഓരോ ദിവസവും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുന്ന ടൈം പീരീഡ് എത്രയാണ്? 18 ഡേയ്സ്. ഹോൾ വർക്ക് കംപ്ലീറ്റ് ഇൻ 18 ഡേയ്സ്. ഇവിടെ ചെയ്തിരിക്കുന്ന ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ പറയുന്ന അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഞാൻ ആ പോകാൻ നിൽക്കുന്ന ആളെ പിടിച്ചു നിർത്തുന്നു. അപ്പം എനിക്കറിയാം എൻ്റെ കയ്യിൽ 60 വർക്കാണ് ഉള്ളത്. പക്ഷേ ആളെ ഞാൻ അസ്യൂം ചെയ്യുകയാണ്. പിടിച്ചു നിർത്തുമ്പം ആൾ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും 3 വർക്ക് ചെയ്യുന്നു. അപ്പം എക്സ്ട്രാ ആയിട്ട് എനിക്ക് അവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 30 വർക്ക്. ഇൻ എഫക്റ്റ് എനിക്ക് കിട്ടുന്ന എത്രയായി? 90 വർക്കായി. 90 വർക്ക് ഈ പീരീഡ് ഓഫ് ഈ സ്റ്റാർട്ട് മുതൽ ഈ ഒരു എൻഡ് ഡേറ്റ് വരെ. ഈ 90 വർക്ക് എന്ന് പറയുന്നത് ആരൊക്കെ കൂടി ചെയ്യുന്നതാണ്? എയും ബിയും കൂടി ചെയ്യുന്നതാണ്. സോ 18 ഡേയ്സ്. ക്ലിയർ ആണോ? സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ഇതൊന്നും വരച്ചു നോക്കണ്ട. ആയെ കൂടി നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തു. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 60 വർക്ക് ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 ഡേയ്സ് ബിഫോർ. 10 ഡേയ്സ് ബിഫോർ പറഞ്ഞിട്ടുണ്ട് 10 ഡേയ്സ്. ആരാണോ? എ ആണ്. എ 10 ദിവസം മുന്നേ പോകുന്നു. ഞാൻ പിടിച്ചു നിർത്തുന്നു. ഓക്കെ, 10 × 3 30 വർക്ക് എനിക്ക് അവിടെ എക്സ്ട്രാ ആയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 90 ആയി. അപ്പം നോക്കി, സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എയും ബിയും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എയും ബിയും കൂടി ഒരുമിച്ച് എത്രയാണ്? 5 ഡേയ്സ്. സോ 18 ഡേയ്സ്. ക്ലിയർ? സ്പീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ദിസ് ഈസ് എ ട്രിക്ക്. ക്ലിയർ? സോ വി വിൽ ഗോ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആഫ്റ്റർ വരുമ്പോൾ, ക്വസ്റ്റ്യനിൽ ആഫ്റ്റർ വരുമ്പോൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ബിഫോർ കേസസ് വരുമ്പം എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. ദിസ് ഈസ് എ ട്രിക്ക്. ഓക്കെ, ദിസ് ഈസ് എ ട്രിക്ക്. വി വിൽ സി. ഇപ്പോൾ ആഫ്റ്ററും ബിഫോറും കൂടി കേസസ് വരും. നോക്കി, എ 15 ഡേയ്സ്, ബി 20 ഡേയ്സ്, സി 30 days. A, B, C all together start the work. If A left 6 days before, okay, A left 6 days before the completion of work. Okay, നോക്കിയ 6 ദിവസം മുന്നേ എ പോയി എന്നാണ്. എ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റാർട്ട് ചെയ്യുന്നത് എയും ബിയും സിയും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. 6 ദിവസം മുന്നേ എ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് ആരുണ്ടാവണം? ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണെങ്കിൽ ബിയും സിയും ഉണ്ടാവണം. ഓക്കെ, ഓക്കെ, അവരിങ്ങനെ പോകുന്ന സമയത്ത് എന്ത് പറ്റി? ബിയും 2 ദിവസം മുന്നേ വഴക്കിട്ട് പോയി. സോ ഇവിടം വരെ 2 ദിവസം മുന്നേ ആര് പോയി? ബി പോയി. ബി പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഉണ്ടാവുക? സി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, എയും ബിയും സിയും കൂടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവർ സന്തോഷത്തോടെ പോവുമായിരുന്നു. പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുന്നേ, അതായത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിന് മുന്നേ എന്തു പറ്റി? 6 ദിവസം മുന്നേ എ വഴക്കിട്ട് പോയി. അപ്പോൾ 6 ദിവസം മുന്നേ എ വഴക്കിട്ട് പോയി. പിന്നെ എ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിന്ന് എ വഴക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരാ ഉണ്ടാവുക? ബിയും സിയും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ബിയും സിയും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റി? 2 ദിവസം മുന്നേ ആര് പോയി? ബി പോയി. പിന്നെ ആരായിരിക്കും ആ വർക്ക് ചെയ്യുന്നത്? സി ആയിരിക്കും ചെയ്യുന്നത്. സി, നമ്മൾ ആദ്യം ചെയ്ത ട്രിക്കിൽ ചെയ്യാം. നോക്കിയേ, എ ബി സി എൻ്റെ ടോട്ടൽ വർക്ക് എത്രയായിട്ട് എടുക്കുക? 60. എ 4 ഡേയ്സിൽ വർക്ക്. സോ ഓരോ ദിവസവും അയാൾ എന്ത് വേണം? 4 വർക്ക് വെച്ച് ചെയ്യും. 15 ഡേയ്സ്. ബി 20 ദിവസം കൊണ്ടാണ് ഈ വർക്ക് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 3. സി 30 വർക്ക്. ടോട്ടൽ വർക്ക് 60 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 വർക്ക്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നോക്കി,
നമുക്ക് മനസ്സിലായി എ ഒരു ദിവസം 4 വർക്ക് ചെയ്യുന്നു, ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യുന്നു, സി ഒരു ദിവസം 2 വർക്ക്, ബി ഒരു ദിവസം 3, സി ഒരു ദിവസം 2. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ടോട്ടൽ വർക്കിൽ നിന്ന് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സിയുടെ വർക്ക് കളയാം, അത് കഴിഞ്ഞ് ബിയും സിയും കൂടിയിട്ടുള്ളത് കളയാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും നല്ലത് ഒറ്റ അടിക്കുക, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതണം, ഇത്രേ ഉള്ളൂ. എൻ്റെ ടോട്ടൽ വർക്ക് 60. നോക്കിയേ, എ 6 ദിവസം മുന്നേ പോകുന്നു, എ 6 ദിവസം മുന്നേ പോകുന്നു. ഞാൻ എനെ പിടിച്ചു ചേർത്താണ്, പൊന്നുമോനെ പോവല്ലേ, എനെ ഞാൻ പിടിച്ചു ചേർത്തി. അപ്പം എ 6 ദിവസം കൂടി എക്സ്ട്രാ വർക്ക് ചെയ്യണം. നമുക്കറിയാം ചപ്പാത്തിയുടെ കാര്യം ആലോചിച്ച്, എൻ്റെ മുന്നിൽ 60 ചപ്പാത്തിയാണ് ഉള്ളത് ഇവിടെ നിന്ന് ഇവിടം വരെ. പക്ഷേ എ നേരത്തെ പോകുമെന്ന് എനിക്കറിയാം, ഈ ഒരു അത് കഴിഞ്ഞിട്ട് ബി ഒരു 2 ദിവസം മുന്നേ പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ രണ്ടുപേരെയും ഈ ഒരു സമയത്ത് എനിക്ക് പറഞ്ഞു വിടാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൊന്നുമോനെ എ നീ പോവല്ലേ, എ പോവല്ലേ, എനെ ഞാനിവിടെ പിടിച്ചു ചേർത്തുവാണ്. എനെ ഞാനിവിടെ പിടിച്ചു ചേർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എ 6 ദിവസവും കൂടി ഉണ്ട്, അപ്പോൾ എ ഇവിടെയും കൂടി വരും. 6 ദിവസത്തേക്കാണ് എ നിൽക്കുന്നത്. ഇറ്റ്സോ എ ഞാൻ പിടിച്ചു ചേർത്തുവാണ്, മോനെ എ പോവല്ലേ, നീ ഇവിടെ നിൽക്കി. അപ്പോൾ 6 ദിവസത്തേക്ക് ഞാൻ എ നിൽക്കുവാണ്. എ 6 ദിവസത്തേക്ക് നിൽക്കുമ്പം എനിക്കറിയാം എക്ക് ഒരു ദിവസം 4 ചപ്പാത്തി വേണം. എക്ക് അപ്പം ഞാൻ എത്ര ചപ്പാത്തി അറേഞ്ച് ചെയ്ത് കൊടുക്കണം, 24 ചപ്പാത്തി. ഓക്കെ, ഈ ടോട്ടൽ 60 വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഓക്കെ ആക്ച്വലി ബിയും സിയും അല്ലെ എന്താ പറയുന്നത്, എ പോയി ഈ ഒരു കണ്ടീഷനിലായിരുന്നു 60 വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എനെ പിടിച്ചു ചേർത്തുവാണ്, എക്ക് ഞാൻ 24 ചപ്പാത്തി അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് എക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ചപ്പാത്തിയാണ്, എയുടെ എക്സ്ട്രാ ചപ്പാത്തി. ഇനി ആരുണ്ടോ മോനെ, ഇനി നമ്മുടെ കയ്യിൽ ബി ആണല്ലേ 2 ദിവസം കഴിഞ്ഞ് പോകുന്നത്, ബി 2 ദിവസം മുന്നേ. അപ്പം ബീനെ ഞാൻ പിടിച്ചു ചേർത്തുവാണ്, മോനെ ബിയെ പോവരുത് നീ, എനിക്കറിയാം ബിക്ക് ഒരു ദിവസം 3 ചപ്പാത്തി വെച്ച് വേണം. അപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, 2 ദിവസത്തേക്ക് 6 ചപ്പാത്തി ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. സി നോക്കി, എൻ്റെ കയ്യിലുണ്ടായിരുന്ന 60 ചപ്പാത്തിയാണ്, ഞാൻ എക്സ്ട്രാ ആയിട്ട് എത്ര 30 ചപ്പാത്തിയും കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇപ്പം എൻ്റെ കയ്യിൽ എന്തുണ്ട്, 90 ചപ്പാത്തി ഉണ്ട്. നോക്കി, ബീനെ ഞാൻ പോകാതെ വെക്കുമ്പം ബീനെയും കൂടി ഞാൻ പിടിച്ചു ചേർത്തുവാണ് ഈ 2 ദിവസത്തേക്ക്. ഇപ്പം നോക്കിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും ഉണ്ട്, എയും ബിയും സിയും. നമുക്കറിയാം എ ബി സി ഇവർക്ക് ഒരു ദിവസത്തേക്ക് അപ്പോൾ എത്ര ചപ്പാത്തി വേണം, ഇവിടെ 7, ഇത് 2, 9 ചപ്പാത്തി. നോക്കിയേ, 90/9. സോ 10 ഡേയ്സിനാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര ദിവസമാണ്, 10 ഡേയ്സ്. ക്ലിയർ ആയടോ മക്കളെ, സിമ്പിൾ അല്ലേ, ഡൗട്ടില്ലല്ലോ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതൊന്നും വരക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക, ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വരച്ച് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. നമുക്ക് വേണ്ടത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഇത് ചെയ്തു, നമുക്ക് മനസ്സിലായി. എ 6 ദിവസം മുന്നേ, നമുക്കറിയാം എൻ്റെ കയ്യിലുള്ളത് 60 ചപ്പാത്തി. എ 6 ദിവസം മുന്നേ വിടും, ഞാൻ വിടുന്നില്ല. എ 6 ദിവസം വർക്ക് ചെയ്യുന്നത് 4, 24. ഓക്കെ, ഇനി ആരെയാണ്, ബി 2 ദിവസം മുന്നേ പോകാൻ നോക്കുന്നു. ബി മോനെ പോലടാ, 2 ദിവസം കൂടി നിൽക്കുക. അപ്പോൾ 2 ദിവസത്തേക്ക് ആൾക്ക് 3 വെച്ച് 6 ചപ്പാത്തി, 2 ദിവസം 3, 3, 6. സോ നോക്കി 90. എനിക്കറിയാം ഇവർ 3 പേരും കൂടി നിൽക്കുമ്പോൾ, എനിക്കറിയാം ഒരു ദിവസത്തേക്ക് എനിക്ക് എത്ര വേണ്ടി വരും, 4, 3, 7, 7, 2, 9. സോ 10 ഡേയ്സ്. സോ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് എത്ര വരും, 10 ഡേയ്സ്. ദിസ് ഇസ് എ ഫാസ്റ്റ് വേ. ഓക്കെ, ക്ലിയർ, ഡൗട്ടില്ലല്ലോ. ഇവിടെ നോക്കി, എ എന്ന് പറയുന്നത് 9 ഡേയ്സ് വരണം, ബി എന്ന് പറയുന്നത് 13.5 ആണ്, അതായത് 13 1/2 എന്ന് എഴുതിക്കൂടെ. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 27/2. സോ 27/2 സി 18 ഡേയ്സ്. എത്ര നിങ്ങൾക്ക് കിട്ടി നോക്കി, എ 9 ദിവസം, ബി 27 ദിവസം, 18. നോക്കി, LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, പറ 54. സാർ LCM എടുക്കുന്നത് എങ്ങനെയാണ്, ഫ്രാക്ഷൻ്റെ, ഇത് ഫ്രാക്ഷനല്ലേ വരിക. സോ 9, 27, 18, ഹയസ്റ്റ് വാല്യൂ 27. 27ൻ്റെ മൾട്ടിപ്പിൾ, കാരണം എന്താ,
18 പോകത്തില്ല, 54. ഓക്കെ, 54 കിട്ടി. ഇനി താഴത്തത് 1 2 1, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1. സോ മൈ LCM ഓഫ് ഫ്രാക്ഷൻ 54. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ എഫിഷ്യൻസിയാണ്. സോ 54 ഡിവൈഡ് ബൈ 9. അപ്പം എ എന്ന് പറയുന്ന ഒരു ദിവസം 6 വർക്ക് ചെയ്യുന്നു. ഇത് നോക്കിയേ, 54 ഡിവൈഡ് ബൈ 27 നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. താഴെ കിടക്കുന്ന ഈ ഡിവൈഡ് ചെയ്യുന്ന 2 മുകളിലേക്ക് പോകുമ്പോൾ എത്ര വരും? 4 വരും. 54 ഡിവൈഡ് ബൈ 18 നമുക്ക് എത്ര കിട്ടും? 3. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സോ എൻ്റെ എഫിഷ്യൻസി കിട്ടി, അതവിടെ നിൽക്കട്ടെ. ഇനി എയും ബിയും സിയും കൂടി ഇവർ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല കാര്യം. വർക്ക് എയും ബിയും സിയും കൂടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എ 2 ദിവസം മുന്നേ വിട്ടേച്ച് പോയി. ബി എന്ന് പറയുന്നത് 3 ദിവസം മുന്നേ വിട്ടേച്ച് പോയി. അപ്പോൾ ആദ്യം വിടുന്ന ആരാ? ബി ആണ്. ബി പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഇവിടെ ഉള്ളത്? എയും സിയും. 3 ദിവസം മുന്നേ എടുക്കുവാണ് ഞാൻ. 3 ദിവസം മുന്നേ ആര് പോയി? ബി പോയി. ബി പോയി കഴിയുമ്പം എയും സിയും ആണുള്ളത്. അവരങ്ങനെ സന്തോഷമായിട്ട് നിൽക്കട്ടെ. അത് കഴിയുമ്പം എ ലെഫ്റ്റ് 2 days ബിഫോർ. 2 days ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ആര് പോയി? എയും പോയി. പിന്നെ ആരാ ഉള്ളത്? സി. സോ സി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നത് 2 ദിവസം. എയും സിയും കൂടി വർക്ക് ചെയ്യുന്നത് എത്ര ദിവസമാണ്? 1 ദിവസം. എയും സിയും കൂടിയിട്ട് 1 ദിവസം. സി ഒറ്റയ്ക്ക് 2 ദിവസം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക? കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. എനിക്കറിയാം എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 54 വർക്കാണ്. എ 2 ദിവസം മുന്നെയാണ് പോകുന്നത്. പൊന്നു മോനെ എ, നീ പോകരുത്. നിനക്ക് 2 ദിവസത്തേക്കുള്ള ചപ്പാത്തി ഞാൻ തരാം. 1 ദിവസത്തേക്ക് 6 ചപ്പാത്തി, മൊത്തം 2 ദിവസം 12 ചപ്പാത്തി. ഞാൻ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. 12 ചപ്പാത്തി ഞാൻ എക്സ്ട്രാ ആയിട്ട് അറേഞ്ച് ചെയ്തു. ഇനി ആരാ പോകാൻ നിൽക്കുന്നത്? ബി എ 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ, നീ നിൽക്കുക. നിനക്ക് ഞാൻ ചപ്പാത്തി അറേഞ്ച് ചെയ്ത് തരാം. 1 ദിവസം 4 ചപ്പാത്തി വെച്ച് 12 ചപ്പാത്തി അവിടെയും ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇപ്പം നോക്കിയേ, ആരും പോയിട്ടില്ല. ഈ പറയുന്ന സമയത്തൊക്കെ ആരും പോയിട്ടില്ല. എയും ബിയും സിയും അവിടെ തന്നെയുണ്ട്. ഇപ്പം നോക്കിയേ, ഇത് നമുക്ക് എത്ര കിട്ടും? 8 7. ഇപ്പം എനിക്ക് എത്ര വർക്ക് വേണം? എത്ര ചപ്പാത്തി വേണം? 78 ചപ്പാത്തി വേണം അല്ലേ? നമുക്കറിയാം ഇവർ 3 പേരും കൂടി വരുവാണെങ്കിൽ 1 ദിവസം എത്ര ചപ്പാത്തി വേണം? 13 ചപ്പാത്തി. കാരണം 6 4 10. സോ 78 ഡിവൈഡ് ബൈ 13 നമുക്ക് എത്ര കിട്ടും? പറ. 5 6 ഡേയ്സ് വരും അല്ലേ? സോ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം കൊടുക്കുന്നത്? 6 days അല്ലേ? കാരണം എയും ബിയും സിയും തുടക്കം മുതൽ ഒടുക്കം വരെ ഇപ്പോൾ ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വാല്യൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ട്രിക്കിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ പറയുന്ന സിയുടെ വർക്ക് ഒഴിവാക്കുക, എയും സിയുടെയും കൂടി വർക്ക് ഒഴിവാക്കുക, ബാക്കിയുള്ള വർക്ക് ആരാണോ ചെയ്യുന്നത് അതനുസരിച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ആ ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇവിടെ നോക്കി, സി 2 ദിവസമാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? സി 2 ദിവസം വർക്ക് ചെയ്യുന്നത്. എനിക്കറിയാം സിക്ക് ഒരു ദിവസം 3 ചപ്പാത്തി വെച്ച് കൊടുക്കണം. സോ 6 ചപ്പാത്തി. വർക്ക് ഞാൻ ഒഴിവാക്കുവാണ്, സീനെ ഞാൻ ഒഴിവാക്കി. നോക്കി, എയും സിയും കൂടിയിട്ട് അവർക്ക് ഒരു ദിവസം 9 ചപ്പാത്തി വേണം. അവരെത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 1 ദിവസം. അതും ഞാൻ ഒഴിവാക്കി. നോക്കി, 54 നിന്ന് 15 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 54 നിന്ന് 15 പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര കിട്ടും? 39. ഈ 39 വർക്ക് ആരാ ചെയ്യുന്നത്? എയും ബിയും സിയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. എയും ബിയും സിയും കൂടിയിട്ട് നമുക്കറിയാം 13 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. സോ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്? 3 വർക്ക്. സോ 3 + 1 4 6 days. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടാം. ബെറ്റർ യു ഫോളോ ഫസ്റ്റ് ട്രിക്ക്. കാരണം ബിഫോറും ആഫ്റ്ററും വരുന്ന കേസുകൾ വരും. ആ സമയത്ത് നമുക്ക് കംഫോർട്ടബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എത്തണം. ശരി.
എയും ബിയും സിയും കൂടിയിട്ട് ഒരു വർക്ക് ചെയ്യാൻ 12, 15, 12, 15, 13 ഡേയ്സ്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് സോ എ എന്ന് പറയുന്നത് 12 ഡേയ്സ്, ബി എന്ന് പറയുന്നത് 15 ഡേയ്സ്, സി എന്ന് പറയുന്നത് 30 ഡേയ്സ്. എ, ബി, സി. എത്ര നമുക്ക് കിട്ടിയേ? ശരി, ഇത് ഡേയ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഡേയ്സ് അറിയാം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്യും. നമുക്ക് അസംഷൻ നമുക്ക് എത്ര എടുക്കാൻ പറ്റും? 12, 15, 30, 60 എടുക്കാം അല്ലേ? സോ അതിൻ്റെ ടോട്ടൽ വർക്ക് ഞാൻ എന്തായിട്ട് എടുത്തു? 60 ആയിട്ട് എടുത്തു. ഇത്രയും നിങ്ങൾക്ക് കിട്ടി. ക്ലിയർ? ഇനി നമുക്കറിയാം ടോട്ടൽ വർക്ക് ഡേയ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എത്ര കിട്ടും? 5 കിട്ടും. ഇവിടെ എനിക്ക് എത്ര കിട്ടും? 4 ഡേ. അതായത് ഓരോ ദിവസവും ഞാൻ 4 വർക്ക് വെച്ച് ചെയ്യുന്നു. അങ്ങനെ 15 ഡേയ്സ് ചെയ്യുമ്പം 60 വർക്ക് കിട്ടുന്നു. ഇവിടെ എനിക്ക് എത്ര കിട്ടും? 2 വർക്ക് കിട്ടും. ഇത്രയും നിങ്ങൾക്ക് കിട്ടി. ഇനി ഇവിടെ ചോദ്യം നോക്കിയേ. എ, ബി ആൻഡ് സി അവർ ഒരുമിച്ച് 4 ദിവസം വർക്ക് ചെയ്യുന്നു. കാരണം 4 ദിവസം കഴിഞ്ഞിട്ടാണ് എ പോകുന്നത്. സോ പിന്നെ ഉള്ളത് ആരാണ്? ബി ആണ്. ബിയും സി. പിന്നെ എ പോയി കഴിഞ്ഞാൽ പിന്നെ ബിയും സിയും കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 4 ദിവസത്തേക്ക് ഇവർ വർക്ക് ചെയ്തു. അങ്ങനെ ബിയും സിയും കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ദിവസം മുന്നേ, ഓക്കെ, 2 ദിവസം മുന്നേ ആര് പോയി? ബി പോയി. ബി 2 ദിവസം മുന്നേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? സി. ക്ലിയർ അല്ലേ? സോ ഈ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം ഇച്ചിരി സമയം കൂടുതലെടുക്കും. ഞാൻ പറഞ്ഞുതരാം, നോക്കി. സോ ഇവിടെ 2 ദിവസം നമുക്കറിയാം. എ ഒരു ദിവസം 5 വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 4 വർക്ക് ചെയ്യും, സി ഒരു ദിവസം 2 വർക്ക് ചെയ്യും. ബി ഒരു ദിവസം 4 വർക്ക്, സി ഒരു ദിവസം 2 വർക്ക്, സി ഒരു ദിവസം 2 വർക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങൾ നോക്കി. എയും ബിയും സിയും കൂടിയിട്ട് അവർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നത്? 4 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 60. സോ ഈ 60 വർക്കിൽ എയും ബിയും സിയും കൂടിയിട്ട് 4 ദിവസം വർക്ക് ചെയ്യുമ്പം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? നോക്കി, 5, 4, 2 നമുക്ക് 11 വർക്ക് കംപ്ലീറ്റ് ചെയ്യില്ല. ഇവിടെ 44 വർക്കാണ് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. 44 വർക്ക് എനിക്ക് ഇവിടെ തീർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കി, ഇവിടെ സി ഒറ്റയ്ക്ക് 2 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. സിക്ക് ഒരു ദിവസം 2 വർക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്ക് 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ നോക്കി എനിക്ക് 48 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടി. ബാക്കി എനിക്കുള്ളത് എത്രയാണ്? 60-ൽ നിന്ന് 48 പോയി കഴിഞ്ഞാൽ 12 വർക്ക്. ഈ 12 വർക്ക് ആരാ ചെയ്യുന്നത്? ബിയും സിയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഡിവൈഡ് ചെയ്തേ. കാരണം ബിയും സിയും കൂടിയിട്ട് ഒരു ദിവസം 6 വർക്ക് ചെയ്യുന്നു. ടോട്ടൽ വർക്ക് 12. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഡേയ്സ്. സോ ഇവിടെ 4 ദിവസം എടുക്കുന്നുണ്ട്, ഇവിടെ 2 ദിവസം എടുക്കുന്നുണ്ട്, ഇവിടെ 2 ദിവസം എടുക്കുന്നുണ്ട്. സോ ടോട്ടൽ എനിക്ക് എത്ര? 4, 2, 2, 8 ദിവസമാണല്ലോ എനിക്ക് ഈ വർക്ക് തീർക്കാൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ശരി, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി. ഈ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ട. ഓക്കെ, നോക്കി, എയും ബിയും സിയും കൂടിയിട്ട് 4 ദിവസം വർക്ക് ചെയ്യുന്നു. 4 ദിവസമൊക്കെ അവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ബി പോകുന്നു. ബി 2 ദിവസം മുന്നെയാണ് പോകുന്നത്. ബി 2 ദിവസം മുന്നേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 4 ദിവസം കഴിയുമ്പം എ പോയി കഴിഞ്ഞാൽ ബിയും സിയും കൂടി വർക്ക് ചെയ്യുന്നു. അത് കഴിയുമ്പം 2 ദിവസം മുന്നേ ആര് പോകുന്നു? ബി പോകുന്നു. ബി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സി മാത്രമാണ് ഉള്ളത്. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, നോക്കിയേ, ആദ്യം വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണോ പോകുന്നത് അയാളെ നേരത്തെ ഒഴിവാക്കാം. ആഫ്റ്റർ 4 ഡേയ്സ് എ ലെഫ്റ്റ്. ഞാൻ നോക്കുകയാണ്, ആഫ്റ്റർ 4 ഡേയ്സ് അല്ലേ, വർക്ക് തുടങ്ങിയ അപ്പം തന്നെ അവൻ പോവുക. 4 ദിവസം കഴിഞ്ഞ് അവൻ പോവുകയാണെങ്കിൽ നോക്കി,
അവൻ ഓരോ ദിവസവും എത്ര വർക്ക് വെച്ച് ചെയ്യും? അവൻ 5 വർക്ക് വെച്ച് ചെയ്യും. അതായത് ഓരോ ദിവസവും അവന് 5 ചപ്പാത്തി വേണം. അവൻ 4 ദിവസം നിൽക്കുന്നുണ്ട്. സോ 5 into 4 എനിക്ക് അവിടെ എത്ര വർക്ക് തീർന്നു? 20 വർക്ക്, 20 ചപ്പാത്തി അവൻ കൊണ്ടുപോയി, എ കൊണ്ടുപോയി. ബാക്കി എൻ്റെ കയ്യിൽ എന്തുകൊണ്ട്? 40 ചപ്പാത്തി. ഇപ്പോൾ നോക്കിയേ, എനെ ഞാൻ പറഞ്ഞു വിട്ടു, പോട്ട്, അവൻ പോട്ട്, അവൻ്റെ കൊടുത്ത എല്ലാം ഞാൻ ഒഴിവാക്കി. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എന്താ? ബിയും സിയും ആണ്. ബിയും സിയും കൂട്ടിയിട്ട് വർക്ക് മുന്നോട്ട് പോവുകയാണ്. ഈ പോകുന്നതിൻ്റെ ഇടയിൽ അവസാനം എത്തുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ ആരാണ്? ബി ആണ് പോകാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ബി എ നീ പോവല്ലേ, പുറത്തത്തെ സിറ്റുവേഷൻ നിനക്കറിയാലോ, നിനക്ക് വേണ്ട ചപ്പാത്തിയല്ലേ ഞാൻ തരാം. എനിക്കറിയാം ബി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഓരോ ദിവസവും 4 ചപ്പാത്തി വെച്ച് വേണം. ഓക്കെ, അവനിനി പോകണത് 2 ദിവസം മുന്നേ ആണ്. അപ്പോൾ അവനുള്ള ചപ്പാത്തി ഞാൻ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. 2 ചപ്പാത്തി വെച്ച് 4 ചപ്പാത്തി വെച്ച് 2 ദിവസം, 2 ദിവസം, അപ്പം 8 ചപ്പാത്തി. ഇപ്പം എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 48. ഈ 48 വർക്ക് എന്ന് പറയുന്നത് നോക്കിയേ, തുടക്കം മുതൽ ഒടുക്കം വരെ എന്നുള്ള രീതിയിലായിട്ടില്ല. കാരണം എനെ ഞാൻ ഒഴിവാക്കി. എനെ ഒഴിവാക്കിയത് എങ്ങനെയാണ്? ആൾ ചെയ്ത ആ 20 വർക്ക് ഒഴിവാക്കി കഴിയുമ്പോൾ ബാക്കിയുള്ളത് എൻ്റെ കയ്യിൽ 40 വർക്ക്. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ സീനിൽ ആരില്ല? എ ഇല്ല, എനെ ഞാൻ ഒഴിവാക്കി. ഇപ്പം ബിയും സിയും ആ ഉള്ളത്. ഇനി ഇവിടെ ബി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? മോനെ ബി എ പോവല്ലേ, നിനക്കുള്ള 2 ചപ്പാത്തി വെച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, 4 ചപ്പാത്തി വെച്ച് അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ ബീനെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തി. നോക്കി, ഈ ഒരു പീരീഡ് ഓഫ് സ്റ്റാർട്ടിങ് മുതൽ ഒടുക്കം വരെ ഇപ്പോൾ ആരൊക്കെയുള്ളത്? ബിയും സിയും ആണുള്ളത്. ഓക്കെ, ബിയും സിയും കൂടി കഴിക്കാനുള്ള ചപ്പാത്തി എത്രയാണ്? 48. നമുക്കറിയാം ബിയും സിയും കൂട്ടിയിട്ട് ഒരു ദിവസം 6 ചപ്പാത്തി വെച്ച് കഴിക്കും. സോ 6 ചപ്പാത്തി വെച്ച് കഴിക്കുമ്പം നമുക്ക് എത്ര കിട്ടും? 8 days. ക്ലിയർ ആവുന്നേ? ഞാൻ പറയുന്ന പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങളപ്പം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെ തരുമ്പം എനിക്ക് ടോട്ടൽ വർക്ക് അറിയാം 60. എ 4 ദിവസം മുന്നേ പോകുന്നു, അപ്പം മൈനസ് എന്താണ്? 20. ആഫ്റ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പം തന്നെ മൈനസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര കിട്ടും? 40. ഇനി എന്താണ്? ആരാണ് പോകാതെ നിൽക്കുന്നത്? ഡേയ്സ് ബിഫോർ വരുന്ന ആൾ സി ആണ്. നമുക്കറിയാം സി എന്ന് പറയുന്നത് എത്രയാണ്? ബി ആണ് 2 days ബിഫോർ. നമുക്കറിയാം 2 days ബിഫോർ എന്ന ആളെ പിടിച്ചു നിർത്തുക 2 ദിവസം, അപ്പം 8. സോ ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ വരുന്ന സ്ഥലത്ത് മൈനസ് എടുക്കുക, ബിഫോർ വരുന്ന സ്ഥലത്ത് പ്ലസ് എടുക്കുക. സോ യു വിൽ ഗെറ്റ് 48. സോ ഈ 48നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ബിയും സിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 6. കാരണം അവിടെ എ ഇല്ല, ഒഴിവാക്കിയ ആളില്ല. ഈ വർക്ക് ചെയ്യുന്ന ആരാണ്? ബിയും സിയും കൂടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബി സി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 5, 8, 10 days എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന ഒരാൾക്ക് 5 ദിവസം കൊണ്ടും ബി എന്ന് പറയുന്ന ആൾക്ക് 8 ദിവസം, സി എന്ന് പറയുന്ന ആൾക്ക് 10 days കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. എ ബി സി ഓൾ ടുഗദർ സ്റ്റാർട്ടഡ് ദ വർക്ക്, ബട്ട് സി ലീവ്സ് ആഫ്റ്റർ വർക്കിംഗ് 2 days. സി എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് ലീവ് ചെയ്യുവാണ്. ഓക്കെ, ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താണ്? ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു ദിവസം മുന്നേ 1 day ബിഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് ഇനിയും നമുക്ക് എന്താ വേണ്ടത്? എൻ്റെ ടോട്ടൽ വർക്ക് വേണം. സോ നമുക്കറിയാം എ ബി സി. എ എന്ന് പറയുന്നത് 5 ദിവസം വർക്ക് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് 8 ദിവസം വർക്ക് ചെയ്യുന്നു, സി എന്ന് പറയുന്നത് 10 ദിവസം വർക്ക് ചെയ്യുന്നു. സോ എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്തായിരിക്കും? ഡേയ്സിൻ്റെ LCM ആയിരിക്കും. LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഇവിടെ 40 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. സോ എൻ്റെ LCM ആയി, ടോട്ടൽ വർക്കായി. എനിക്ക് ഓരോ ആൾക്കാരുടെ നമ്പർ ഓഫ് ഡേയ്സ് എനിക്കറിയാം. സോ 40 ദിവസം അല്ലെങ്കിൽ 40 ചപ്പാത്തി എൻ്റെ മുന്നിലുണ്ട്. എക്ക് 5 ദിവസമുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഓരോ ദിവസവും എത്ര ചപ്പാത്തി വെച്ച് കഴിക്കും? 8. കാരണം ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എനിക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി. സോ 40 ഡിവൈഡ് ബൈ 8 എനിക്ക് ഇവിടെ എത്ര കിട്ടും? 5 കിട്ടും. ഇനി ഇവിടെ നോക്കി, ഇവിടെ എത്ര കിട്ടും? ഇവിടെ 4 കിട്ടും. സോ ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ എന്ത് കിട്ടി? എനിക്ക് എഫിഷ്യൻസി കിട്ടി. എത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കി, എൻ്റെ മുന്നിൽ
40 ചപ്പാത്തിയാണ് ഉള്ളത്. എ എന്ന് പറയുന്ന ആൾ എത്ര 2 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കളയുക. അപ്പം ഞാൻ എയിനെ എന്ത് പറയുകയാണ്, എൻ്റെ സീനിൽ നിന്ന് ഞാൻ ഒഴിവാക്കുവാണ്. എങ്ങനെ? ആൾ ചെയ്ത വർക്ക് അങ്ങോട്ട് കൊടുത്ത് അയാൾ ഒഴിവാക്കുവാണ്. അപ്പോൾ ആൾ ചെയ്തത് സി എന്ന് പറയുന്ന ആൾ 2 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, പോവുകയാണ്. സി എന്ന് പറയുന്ന സീനിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, സി ആണ് പോകുന്നത്. നമുക്കറിയാം സി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 4 വർക്ക് ചെയ്യും. അയാൾ 2 ദിവസം വർക്ക് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് എത്ര കൊടുക്കണം? 8 കൊടുക്കണം. 8 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 32 ചപ്പാത്തിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ബിക്കും സിയും കൂടി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. സോറി, എയ്ക്കും ബിക്കും കൂടി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. കാരണം ഇപ്പോൾ ആരാണ് നമ്മുടെ സീനിൽ നിന്ന് പോയത്? സി ആണ് പോയത്. ഓക്കെ, ഇനി നോക്കി, ബി എന്ന് പറയുന്ന ആൾ ഒരു ദിവസം മുന്നേ പോകാൻ നിൽക്കുവാണ്. ഓക്കെ, ബി എന്ന് പറയുന്ന ആൾ ഒരു ദിവസം മുന്നേ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ബിയിനോട് ഞാൻ പറയുകയാണ്, പോരുത്, ഞാൻ 5 ചപ്പാത്തി നിങ്ങൾക്ക് തരാം, കാരണം നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടത് 5 അല്ലേ, ഞാൻ തന്നേക്കാം. അപ്പം 5 ചപ്പാത്തി ഞാൻ ആൾക്ക് കൊടുക്കുവാണ്. ഇപ്പം ടോട്ടൽ ഉള്ളത് എത്രയാണ് സർ? 37 ചപ്പാത്തിയാണുള്ളത്. നോക്കി, എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എൻഡ് വരെ എൻ്റെ കയ്യിൽ എത്ര ചപ്പാത്തി ഉണ്ട്? 37 ചപ്പാത്തി ഉണ്ട്. ഈ 37 ചപ്പാത്തി ആരുടെയൊക്കെയാണ് ആക്ച്വലി? എയുടെയും ബിയുടെയും അല്ലേ? ഓക്കെ, ഈ 37 ചപ്പാത്തി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കൂടിയിട്ടാണ്. നോക്കി, എയ്ക്കും ബിക്കും കൂടി 37 വർക്കുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്നത് എത്രയാണ്? 8 + 5 13 വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 37 ഡിവൈഡ് ബൈ 13 എന്ന് പറഞ്ഞ് കിട്ടി. എനിക്കിവിടെ എത്ര കിട്ടും? 26 to 11 by 13 days. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 11 by 13 days. സോ ഈ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 11 by 13 days. ക്ലിയർ ആണോ? കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ ഞാൻ സി എന്ന് പറയുന്നത് 8 ആണ്, അയാൾ 2 ദിവസം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആളെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മൈനസ് ചെയ്യുന്നു. ആഫ്റ്റർ കേസ് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂടൊപ്പം എന്ത് ചെയ്യുക? ബിഫോർ കേസ് എന്ത് ചെയ്യുക? എല്ലാ ബിഫോർ കേസസും ആഡ് ചെയ്യുക. ഇവിടെ ഒരു ദിവസമാണ്, ഒരു ദിവസം അയാൾ 5 വർക്കാണ്, അത് ഞാൻ ആഡ് ചെയ്തു. ടോട്ടൽ 37. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ എൻ്റെ കയ്യിലുള്ളത് എയും ബിയും കഥാപാത്രങ്ങളാണ്. നമുക്കറിയാം അവർ രണ്ടുപേരും കൂടിയിട്ട് 13 വർക്ക് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി 13 നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഡേയ്സ് 12 to 11 by 13 ഡേയ്സ്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമുക്കപ്പം അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് കേസസ് ആണ്. ഓക്കെ.